ബിസിനസ് രംഗത്ത് പ്രബല സാന്നിധ്യമായിക്കൊണ്ടിരിക്കുകയാണ് നടി നമിത പ്രമോദ്. റെസ്റ്റോറന്റ് വിജയം കൈവരിച്ച ശേഷം സാരികളുടെ ബിസിനസ്സുമായാണ് നമിത രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമാ രംഗത്ത് സജീവമല്ലാത്ത നമിത ഇന്ന് ബിസിനസ് രംഗത്ത് പൂർണ്ണ ശ്രദ്ധ നൽകുന്നു. കുടുംബത്തിൻ്റെ വലിയ പിന്തുണ നമിതയ്ക്കുണ്ട്. സാരി വിൽപ്പന രംഗത്ത് ഇന്ന് മത്സരമേറെയാണ്. നടി ആര്യ ബാബു ഈ രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞയാളാണ്. ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വാചകമാണിപ്പോൾ ചർച്ചയാവുന്നത്. സാരി ബ്രാൻഡുകൾ ലോഞ്ച് ചെയ്യുന്നത് ഇന്ന് ദിനംപ്രതി നടക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു സെലിബ്രിറ്റി ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. 7 വർഷമായുള്ള കാഞ്ചീപുരത്തിൻ്റെ യാത്രയിൽ ഒരു സംരംഭക എന്ന നിലയിൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ നിസ്സഹായയാവുകയും നിരാശയാവുകയും ചെയ്തു. ഈ സംഭവം എന്നെ ബാധിച്ചതിനാൽ കുറേ കാലത്തേക്ക് ഞാൻ മാനസികമായി തളർന്നിരുന്നു. ഇന്ന് സാരി ബ്രാൻഡ് ലോഞ്ച് ചെയ്ത ആളുകൾ ഉൾപ്പെട്ട സംഭവമാണത്. ഇതിൽ കൂടുതൽ എനിക്ക് സന്തോഷിക്കാനാകില്ല. ഇപ്പോൾ ഞാൻ കടന്നുപോയ വേദന ഒരുപക്ഷെ മനസ്സിലാകുന്നുണ്ടാകും. നന്നായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളല്ല ഞാൻ. എന്നാൽ ഇന്ന് എനിക്ക് നിയന്ത്രിക്കാനായില്ല. അതിനർത്ഥം അതെന്നെ അത്രയും വേദനിപ്പിച്ചെന്നും ആ വേദന ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുമാണ്. ആര്യ ബാബു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി കുറിച്ചത് ഇങ്ങനെയായിരുന്നു. മെയ് 6-നാണ് ആര്യ ഇങ്ങനെയൊരു സ്റ്റോറി പങ്കുവച്ചത്. അതേ ദിനം സാരി ബ്രാൻഡ് തുടങ്ങിയ സെലിബ്രിറ്റി നമിത പ്രമോദാണ്. മെയ് 8-നാണ് ഔദ്യോഗിക ലോഞ്ച്. എങ്കിലും സോഷ്യൽ മീഡിയ വഴി സാരി ബ്രാൻഡ് പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒഫീഷ്യൽ അക്കൗണ്ടും തുടങ്ങി. നമിത പ്രമോദിനെ തന്നെയാണ് ആര്യ ഉദ്ദേശിച്ചതെന്ന് നെറ്റിസൺസ് പറയുന്നു. അതേസമയം നമിതയുടെ പേരെടുത്ത് ആര്യ പരാമർശിച്ചിട്ടില്ല. സാരി ബിസിനസ്സിൽ നിൽക്കുന്ന മറ്റ് സെലിബ്രിറ്റികളെ പിന്തുണയ്ക്കുന്നയാളാണ് ആര്യ. അഹാന കൃഷ്ണ, കാവ്യ മാധവൻ തുടങ്ങിയവർ ഇന്ന് സാരി ബിസിനസ്സുമായി ഈ രംഗത്തുണ്ട്. നേരത്തെ ടീഷർട്ട് ബ്രാൻഡ് നമിത പ്രമോദ് തുടങ്ങിയിരുന്നു. ആ സംരംഭം പിന്നീട് നിർത്തി. സാമ്പത്തിക നഷ്ടം വന്നപ്പോൾ പൂട്ടുകയായിരുന്നു എന്നാണ് നമിത പറഞ്ഞത്. പെപ്രിക്ക എന്നായിരുന്നു ടീഷർട്ട് ബ്രാൻഡിൻ്റെ പേര്. ഓവറായുള്ള പ്രൊഡക്ഷൻ തിരിച്ചടിച്ചു. തുടക്കത്തിൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. മെൻസ് വിയറിന് കുറച്ച് ചലഞ്ചിങ് ആയ ഘട്ടമാണിത്. ഞാനതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് ബ്രാൻഡിനെയും ബാധിച്ചെന്നും നമിത പ്രമോദ് പറയുന്നു. ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ, നല്ല ഭാവി കാണുന്നില്ലെങ്കിൽ വീണ്ടും ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. വെറുതെ കാശ് ചെലവിട്ട് കൂടുതൽ മോശക്കാരാക്കരുതെന്നും നമിത പ്രമോദ് അന്ന് പറഞ്ഞിരുന്നു.